തിങ്കളാഴ്ച രാത്രിയോടെയാണ് കൊല്ലം നഗരത്തെ നടക്കുന്ന കൊലപാതകം ഉണ്ടാവുന്നത്. പർദ്ദ പോലെ തോന്നുന്ന കറുത്ത വേഷം ധരിച്ച് മുഖം മറച്ച് പ്രതിയായ തേജസ് കൊല്ലപ്പെട്ട ഫെബിന്റെ വീട്ടിലേക്ക് എത്തുന്നു. കയ്യിൽ 2 ടിന്ന് പെട്രോളും കരുതിയിരുന്നു. ആദ്യം ഫെബിന്റെയും പിതാവ് ജോർജിന്റെയും ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ചു. പിന്നീട് കത്തി കൊണ്ട് ഇരുവരെയും ആക്രമിച്ചു. പെട്രോൾ ഒഴിച്ച് കത്തിക്കാനായിരുന്നു ശ്രമം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ തീ കത്തിക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല. ഈ സമയത്ത് ഫെബിനും ഫെബിന്റെ അച്ഛനും പ്രതിരോധം തീർക്കുന്നുണ്ട്. പിന്നീട് ആണ് കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് ഇരുവരെയും ആക്രമിച്ചു. ഫെബിനെ അതിക്രൂരമായി ആക്രമിച്ചു. ഫെബിൻ ജോർജ് കോമസ് എന്ന് പറയുന്ന കേവലം 21 അല്ലെങ്കിൽ 22 വയസ്സുള്ള കുത്തിക്കൊലയ്ക്ക് ഇരയായ ഒരു യുവാവിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? 24-കാരനായ നീണ്ടകര സ്വദേശി തേജസ് ആണ് ഈ കൃത്യം നിർവഹിച്ചത്. ഏറ്റവും ഒടുക്കം തേജസ് എന്ന് പറയുന്ന അയാളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. എന്തായാലും ഫെബിന്റേത് അതിദാരുണമായ മരണമാണ്. കാരണം വളരെ നിസ്സാരമാണ്. ഫെബിന്റെ സഹോദരിയും തേജസും എഞ്ചിനീയറിംഗ് കോളേജിൽ സഹപാഠികളായിരുന്നു. തുടർന്ന് ബാങ്ക് പരീക്ഷാ പരിശീലനത്തിനും ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്നു. രണ്ടുപേരും പരീക്ഷ എഴുതി. പക്ഷേ ഫെബിന്റെ സഹോദരിയായ യുവതിക്ക് മാത്രമാണ് ബാങ്കിൽ ജോലി കിട്ടിയുള്ളൂ. തേജസിന് ജോലി ലഭിച്ചില്ല. പിന്നീട് തേജസ് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ ജയിച്ചെങ്കിലും ഫിസിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടു. ഇതോടെ തേജസ് മാനസികമായി തകരുന്ന ഒരു സ്വാഭാവികമായ അവസ്ഥയിലേക്ക് വരുന്നു. ഇതിനിടയ്ക്കാണ് ഫെബിന്റെ സഹോദരിയും തേജസും തമ്മിൽ സൗഹൃദത്തിൽ ഉണ്ടായിരുന്നു. ഇവരും തമ്മിലുള്ള വിവാഹം കഴിക്കണമെന്ന് ആലോചിച്ചിരുന്നു. ഇരു വീട്ടുകാർ ചേർന്ന് വിവാഹം ഉറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇരുവർക്കിടയിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ആ യുവതി പിന്നീട് ആ വിവാഹത്തിൽ നിന്ന് മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഇതിൽ നിന്ന് പിന്മാറിയതാണ് തേജസ്സിന് വൈരാഗ്യം ഉണ്ടാകാൻ കാരണമെന്നാണ് പോലീസിന്റെ ഇതുവരെയുള്ള നിഗമനം. അതിനുശേഷം യുവതിക്ക് മറ്റൊരു വിവാഹം ഉറപ്പിച്ചു. യുവതിയെയും മാതാപിതാക്കളെയും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് തേജസ് എത്തിയതെന്നും പോലീസ് പറയുന്നുണ്ട്. ഈ ജോലി ലഭിച്ചതോടെ പെൺകുട്ടി ബന്ധത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. തേജസ് വിളിക്കുന്ന ഘട്ടങ്ങളിൽ നിന്നും ഫോൺ എടുത്തിരുന്നില്ല. ബന്ധം തുടരാൻ തനിക്ക് താല്പര്യമില്ലെന്ന് പറയുന്നു. ഈ പെൺകുട്ടിയുടെ പുറകെ തേജസ് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് വീട്ടുകാർ തേജസിനെ വഴിമുടക്കുന്നുണ്ട്. ഇത് ആവർത്തിക്കരുതെന്ന് വാൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതെല്ലാം തേജസിന്റെ വൈരാഗ്യത്തിന് കാരണമായി. പെൺകുട്ടിയെ ലക്ഷ്യമിട്ടാണ് പ്രതി വീട്ടിലെത്തിയതെന്നാണ് വിവരം. എന്തായാലും ബന്ധം തുടരണമെന്ന് ആവശ്യപ്പെട്ട് യുവതിയെ തേജസ് ശല്യപ്പെടുത്തിയത് വീട്ടുകാർ വിലക്കി. ഈ ദേഷ്യമാണ് യുവതിയുടെ സഹോദരനെ കൊലപ്പെടുത്തുന്നതിൽ കലാശിച്ചതെന്നും പോലീസ് പറയുന്നു.